ഹായ്, നമസ്തേ എല്ലാവർക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ കിട്ടിയ ഒരു മെസ്സേജിനെ പറ്റിയിട്ട് ഒന്ന് നിങ്ങളുടെ അടുത്തൊന്ന് പറയണം തോന്നി. വളരെ അർത്ഥവത്തായൊരു മെസ്സേജായിട്ട് തോന്നി. അതൊന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരിക്കൽ ഒരു യുവ വിദ്യാർത്ഥി തൻ്റെ അധ്യാപകൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ ഭൂരിഭാഗവും എനിക്ക് ഓർമ്മയില്ല. പിന്നെ എന്താണ് ഈ വായനയുടെ ഉദ്ദേശം? അധ്യാപകൻ അപ്പം അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു നദിക്കരയിലിരിക്കുന്ന സമയത്ത് അധ്യാപകൻ അരികത്ത് കിടക്കുന്ന ഒരു അരിപ്പ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ അരിപ്പയിൽ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥി ശരിക്കും ആശയക്കുഴപ്പത്തിലായി. അത് അസാധ്യമാണെന്ന് അവനും തോന്നി, നമുക്കും തോന്നിയല്ലോ അത് അസാധ്യമാണെന്ന്. എന്നിരുന്നാലും അവൻ അധ്യാപകൻ്റെ വാക്കുകൾ കേട്ട് ആ അരിപ്പ കൊണ്ടുപോയിട്ട് നദിയിൽ മുക്കി നദിയിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് നോക്കുന്ന സമയത്തെല്ലാം അതിൻ്റെ ആ ഹോളുകളിൽ കൂടെ വെള്ളം ചോർന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് തവണ ശ്രമിച്ചിട്ട് നടക്കാതായപ്പോൾ ആ വിദ്യാർത്ഥി പോയിട്ട് അധ്യാപകൻ്റെ അടുത്ത് ചോദിച്ചു, ഗുരു, എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനത് എത്ര ചെയ്യാൻ നോക്കിയിട്ടും അത് സാധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അധ്യാപകൻ ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞത്, നീ ആ അരിപ്പയിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധാപൂർവം ആളത് ശ്രദ്ധിച്ചപ്പോൾ പരിശോധിച്ച സമയത്ത് ആൾക്ക് മനസ്സിലായത്, ഒരു കാലത്ത് പൊടി പിടിച്ചതും പഴയതുമായതും കറ പിടിച്ചതുമായിട്ടുള്ള ആ അരിപ്പ ഇപ്പോൾ കാണുമ്പോൾ അത് കുറച്ച് വൃത്തിയുള്ളതായിട്ടുണ്ട്. അതിലെ എല്ലാ അഴുക്കുകളും പോയിരിക്കുന്നു. അപ്പോൾ അധ്യാപകൻ അതിൻ്റെ തുടർന്ന് വിശദീകരിക്കുകയാണ്, വായന മനുഷ്യ മനസ്സിനോടാണ് ചെയ്യുന്നത്. നിങ്ങൾ വായിക്കുന്ന ഓരോ വാക്കും ഓരോ പാഠവും അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ഓരോ പേജും ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ കഴിഞ്ഞേക്കില്ല. എന്നാൽ ഓരോ പുസ്തകത്തിലും നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ വ്യക്തമാകും. ഓരോ വരികൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശാലമായ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരും. നിങ്ങളുടെ ഭാഷ ശുദ്ധീകരിക്കപ്പെടും. നിങ്ങളുടെ സ്വഭാവം കൂടുതൽ പരിഷ്കരിക്കപ്പെടും. വായന എന്ന് പറയുന്നത് കേവലം വിവരം സംഭരിക്കുക എന്നത് മാത്രമല്ല, അത് നല്ല ഒരു മനസ്സിനെ രൂപപ്പെടുത്തും, ജ്ഞാനത്തെ വളർത്തും, ആത്മാവിനെ സമ്പന്നമാക്കുകയും ചെയ്യും. നമ്മൾ ഇപ്പോൾ ആ ഒരു എക്സാമ്പിൾ കാണിച്ചത് പ്രകാരം നോക്കുകയാണെങ്കിൽ, ഒഴുകുന്ന വെള്ളം അരിച്ചെടുക്കുന്നവയെ ശുദ്ധീകരിക്കുന്നത് പോലെ, ആ അരിപ്പയെ ശുദ്ധീകരിച്ചതുപോലെ നല്ല പുസ്തകങ്ങൾ നിശബ്ദമായി നമ്മുടെ